ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ശുഭദിനം നേരുന്നു. നല്ലൊരു ശുഭദിനം തന്നെ ഏവർക്കും ആകട്ടെ. അപ്പോൾ ഇന്നത്തെ ഞാനിപ്പോൾ സെഷനിൽ വന്നതെന്ന് പറഞ്ഞാൽ ഈ ബഡ്സ് ആക്റ്റിൽ എപ്പോഴാണ് CBI ഇൻവെസ്റ്റിഗേഷൻ വരുന്നത് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം നമുക്ക് ഈ CBI എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം വരുന്നത് മമ്മൂട്ടിയുടെ ചിത്രമുണ്ടല്ലോ, മമ്മൂട്ടി സാറിൻ്റെ ചിത്രം, ഒരു CBI ഡയറക്ടർ കുറിപ്പ്, അതിന് സേതുരാമയ്യ CBI. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡിൽ ഇരിക്കുന്നത് അല്ലേ. CBI എന്ന് പറഞ്ഞ പദം, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ പദം കേൾക്കുമ്പോൾ ആദ്യം മമ്മൂട്ടിയുടെ ഒരു ഫിഗറാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ആ സിനിമയുടെ ആ ക്ലിപ്പിങ്സ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ആവശ്യപ്പെടുന്നത് ഈ ബഡ്സ് ആക്റ്റിൽ CBI ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻസിനെ കുറിച്ചും അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊന്ന് നിങ്ങൾക്കൊരു അവയർനെസ് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ബഡ്സ് ആക്റ്റിൽ ചാപ്റ്റർ 7 ഇൻവെസ്റ്റിഗേഷൻ, സെർച്ച് ആൻഡ് സീഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഈ CBI ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഈ CBI ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ബഡ്സ് ആക്റ്റിൽ പറയുന്നത് സെക്ഷൻ 30ലാണ്. സെക്ഷൻ 30. ഓക്കെ, അപ്പം എപ്പോഴാണ് CBI ഇൻവെസ്റ്റിഗേഷൻ ബഡ്സ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഈ സെക്ഷൻ 30 പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫുൾ പവേഴ്സ് കൊടുത്തിരിക്കുന്നത് കോമ്പറ്റൻ്റ് അതോറിറ്റിക്കാണ്, അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് കോർട്സിനുമാണ് ഇതിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിസിൽ ഈ ആരോപിക്കപ്പെട്ട കമ്പനി ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്പോസിറ്റ് സ്കീംസൊക്കെ ആ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന രീതിയിലുള്ള സ്കീംസാണ് ഫോളോ ചെയ്തതെന്ന് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് കോമ്പറ്റൻ്റ് അതോറിറ്റി ഇൻവെസ്റ്റിഗേഷന് ശേഷം ഇങ്ങനെ കിട്ടുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് ഒരു സംസ്ഥാനത്തിൽ കൂടുതൽ, സപ്പോസ് കേരള സംസ്ഥാനം അല്ലാതെ വേറെ മറ്റു സംസ്ഥാനത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസസോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡെപ്പോസിറ്റേഴ്സോ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു റീസൺ അവിടെ പദം ഉപയോഗിച്ചിരിക്കുന്നത് if the competent authority has reason to believe that offense relates to this deposit is involved in more than one state or union territory എന്നാണ് സെക്ഷൻ 30 പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനത്തോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോണ്ടിച്ചേരിക്ക് യൂണിയൻ ടെറിട്ടറിയാണ്, അതുപോലെ ദാമൻ ആൻഡ് ഡ്യൂ, ഇതെല്ലാം യൂണിയൻ ടെറിട്ടറീസ്. അപ്പം ഇവിടെയൊക്കെ ഈ ആരോപിക്കപ്പെട്ട കമ്പനിക്ക് നിക്ഷേപകർ ഉണ്ടെന്ന് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ഒരു റീസൺസ് ടു ബിലീവ്, അങ്ങനെ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് വേണമെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷന് വിടാം. അപ്പോൾ അതിന് ഉള്ള മാനദണ്ഡങ്ങൾ പറയുന്നത് സെക്ഷൻ 30 തന്നെയാണ്. അപ്പോൾ സെക്ഷൻ 30 അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് തെളിയുകയാണ്. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റൻ്റ് അതോറിറ്റി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? കോമ്പറ്റൻ്റ് അതോറിറ്റി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡയറക്റ്റ് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് പോകാൻ പറ്റത്തില്ല. കോമ്പറ്റൻ്റ് അതോറിറ്റി ആദ്യം ചെയ്യുന്ന എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഒരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാരിനെ കൊടുക്കണം. കാരണം ഈ ആരോപിക്കപ്പെട്ട കമ്പനി ബഡ്സ് ആക്റ്റിൽ വരുന്നതാണ്, അങ്ങനത്തെ സ്കീംസാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവർക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനത്ത് ഓപ്പറേഷൻസ് ഉണ്ട് എന്നുള്ള ആപ്ലിക്കേഷൻ വിത്ത് ദ കൺസെൻറ്റ്, കോമ്പറ്റൻ്റ് അതോറിറ്റി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദത്തോടുകൂടി ഈ ആപ്ലിക്കേഷൻ ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 30 ഓക്കെ, അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ 28 സംസ്ഥാനങ്ങളുണ്ട്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ കിട്ടുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അവിടെ ഒരു കാര്യം കൂടെ നോക്കും. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആരോപിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ജെനുവിൻ ആണെന്ന് കേന്ദ്ര സർക്കാരിന് സീൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ CBI അന്വേഷണത്തിന് വേണ്ടി ഇപ്പോൾ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിക്കണമെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒരു വലിയൊരു എമൗണ്ടാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ വാല്യൂ ഓഫ് എമൗണ്ട് ഇൻവോൾവ് ഈസ് ഓഫ് സച്ച് മാഗ്നിറ്റ്യൂഡ്
സച്ച് മാഗ്നിറ്റ്യൂഡ്, അത്ര ഭീമമായിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. ഇറ്റ് ക്യാൻ അഫക്റ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്. കാരണം കോമൺ പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എമൗണ്ടും കൂടെ ആയിരിക്കണം ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് വേണം കോമ്പറ്റൻ്റ് അതോറിറ്റി സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കേണ്ടത്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തും. ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ജെന്യുവിനാണ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനവും അത് സോളിഡ് റീസൺ ആണെന്ന് കേന്ദ്ര സർക്കാരിന് ഫീൽ ചെയ്താൽ, അവിടെ പദം ഉപയോഗിച്ചിരിക്കുന്ന ഇഫ് ദേ ഹാവ് റീസൺസ്, അപ്പോൾ അങ്ങനെ സോളിഡ് റീസൺസ് അവർക്ക് കേന്ദ്ര സർക്കാരിന് ഫീൽ ചെയ്യുകയും അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേ ട്രാൻസ്ഫർ. അവിടെ മേ എന്ന് പറഞ്ഞ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇറ്റ് വിൽ ട്രാൻസ്ഫർ എന്നല്ല അവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഫീൽസ് ദാറ്റ് ഇറ്റ് മേ ട്രാൻസ്ഫർ, അപ്പോൾ അത് ജെന്യുവിൻ ആണെന്ന് കേന്ദ്ര സർക്കാരിനെ ഫീൽ ചെയ്യുന്നെങ്കിൽ അത് CBI അന്വേഷണത്തിന്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ അന്വേഷണത്തിന് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് മേ ട്രാൻസ്ഫർ എന്ന പറഞ്ഞ പദമാണ് സെക്ഷൻ 30 പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ഇപ്പോൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇത് പഠിച്ചതിന് ശേഷം ഒരു സോളിഡ് റീസൺ ആണെങ്കിൽ മാത്രമേ ഇറ്റ് മേ ട്രാൻസ്ഫർ ദ ഇൻവെസ്റ്റിഗേഷൻ ടു ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBIക്ക് കൈമാറത്തുള്ളൂ. അതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. ഒരിക്കൽ കൂടി പറയാം, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 സെക്ഷൻ 6 ഇതിനെക്കുറിച്ച് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് CBI ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നതെന്നുള്ള ഒരു ഓവറോൾ ഒരു വ്യൂ തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. അപ്പം എല്ലാം ക്ലാരിഫൈഡ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഈ ബഡ്സ് ആക്ട് 2019 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സപ്പോസ് നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിലോ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് വരരുത്. ഓക്കെ, ഇത് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമത്തിൽ CBI ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് വരാനുള്ള അതിനല്ല, ഞാനൊരു അവെയർനെസ്സിനാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ബഡ്സ് ആക്ട് 2019 CBI ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. പോസിറ്റീവ് കമൻസ് ആണെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പോസിറ്റീവ് കമൻസ് ആണെങ്കിലും നെഗറ്റീവ് കമൻസ് ആണെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. റിപ്ലൈ അർഹിക്കുന്ന മാക്സിമം റിപ്ലൈസ് തരാൻ നോക്കാറുണ്ട്. അപ്പം റിപ്ലൈ അർഹിക്കുന്നതിനെല്ലാം മാക്സിമം റിപ്ലൈസ് തരാം. അങ്ങനെ ജെന്യുവൻ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ അത് ഒരു കമൻസിലൂടെ അത് രേഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒരു സെഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ ഒരു സെഷൻ തീരെ അങ്ങനെ ഒരു ജെന്യുവനായിട്ട് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ ഒരു സെഷൻ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ കമൻസ് നോക്കട്ടെ, അത് വെച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ബ്ലെസ്ഡ് ഡേ. So thank you very much.